മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ കേവല ഭൂരിപക്ഷം ആർക്കും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇങ്ങനെ കൊണ്ടെത്തിച്ചത് എന്നതുകൂടിയുണ്ട്. വീണ്ടും ഗവർണറെ കാണാൻ ലോക്ഭവനിലെത്തി TVK നേതാവ് വിജയ്. കൂടുതൽ MLA-മാരുടെ പിന്തുണക്കത്ത് കൈമാറുമെന്നാണ് വിവരം. മറ്റ് തിരക്കുകൾ ഉള്ളതുകൊണ്ട് അല്പം കാത്തിരിക്കാൻ വിജയോട് ഗവർണർ ആവശ്യപ്പെട്ടു. അരമണിക്കൂറോളമായി വിജയ് കാത്തിരിക്കുകയാണ്. സുജിത് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സുജിത്ത്, എന്തായാലും 118 എന്ന സംഖ്യയിലേക്ക് എങ്ങനെ എത്തും എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇവിടെ കൂടുതൽ ഒരു പിന്തുണ ഇപ്പോൾ മറ്റ് ചില ചെറുകക്ഷികളെ കൂടി ഒപ്പം ചേർക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് വിജയ്ക്ക് ഉള്ളത്. തീർച്ചയായിട്ടും രുചീഷ്, ഈ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എങ്ങനെ എത്താനാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതാ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് ലോക് ഭവന്റെ മുന്നിലാണ്. വിജയ് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് ആർലേക്കറെ കാണാൻ വേണ്ടി ഗവർണർ ആർലേക്കറെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് സമയമെങ്കിലും അദ്ദേഹത്തെ ഗവർണർ കാത്തിരിപ്പിച്ചു എന്നാണ് പുറത്തേക്ക് കിട്ടിയ വിവരം. ഇപ്പോൾ അദ്ദേഹം ഗവർണറെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. തനിക്ക് മറ്റ് തിരക്കുകളുണ്ട്, അതിന് അല്പം കാത്തിരിക്കൂ എന്ന് പറഞ്ഞു. വിജയ് ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയാണ് എന്നാണ് പുറത്തേക്ക് കിട്ടിയ വിവരം. ഏതായാലും നമുക്കറിയാവുന്ന പോലെ 108 സീറ്റാണ് വിജയ്ക്കുള്ളത്. ഇത് കാണിച്ചുകൊണ്ട് നേരത്തെ 5 സീറ്റ്, കോൺഗ്രസിൻ്റെ 5 സീറ്റും കൂടി ചേർത്ത് 113 പേരുടെ പിന്തുണയുണ്ട് എന്നൊരു കത്ത് വിജയ് നൽകിയിട്ടുണ്ട് ഗവർണർക്ക്. എന്നാൽ ഗവർണർ ആ ഒരു അവകാശവാദം അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. കാര്യം മുഴുവൻ അതായത് ഈ 118 എന്ന ഭൂരിപക്ഷ സംഖ്യയിലേക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ വിജയെ ക്ഷണിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഭരണഘടനാപരമായി ശരിയാണോ എന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് ഗവർണറുടെ മുമ്പിലാണ്, അല്ല സഭയുടെ മുമ്പിലാണ് എന്നുള്ള മുൻകാല കോടതി വിധികളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസും CPIM-ഉം കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഗവർണർക്കെതിരെ. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗവർണർ കേരളത്തിലേക്ക് പോകും എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരിക്കൽ കൂടി വിജയ് തിരക്കിട്ട് വന്ന് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഗവർണറെ. കൂടുതൽ പിന്തുണ അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് അദ്ദേഹം ഒരുപക്ഷെ നൽകിയിരിക്കാനും എന്തായാലും DMK ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഈ സർക്കാർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് DMK പറയുമ്പോൾ ഒരു കുതിര കച്ചവടത്തിനും മറ്റും DMK എന്തായാലും ശ്രമിക്കുന്നില്ല. അത് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനുള്ള തീരുമാനത്തിലേക്ക് DMK എത്തുന്നു എന്ന് വ്യക്തമാവുകയും ചെയ്തു. അതെ, ആ ഒരു രൂപത്തിലാണ് ഇപ്പോൾ DMK രാവിലെ സ്റ്റാലിൻ പ്രതികരിച്ചിരിക്കുന്നത്. ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാർ രൂപീകരിക്കാൻ വിജയ്ക്ക് അല്ലെങ്കിൽ TVKക്ക് ഈ ഒരു ഘട്ടത്തിൽ അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർക്കതിനുള്ള സ്വാതന്ത്ര്യം നൽകണം. അതിന് DMK തടസ്സം നിൽക്കില്ല. അതേസമയം തന്നെ വരുന്ന 6 മാസക്കാലം ഈ സർക്കാരിനെ നിരീക്ഷിക്കും. അതിനുശേഷം വിമർശന പരിപാടികളുമായി അല്ലെങ്കിൽ പ്രതിപക്ഷ ധർമ്മവുമായി മുന്നോട്ട് വരും എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. ഈ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്ന് വിജയിനെ TVK തടയുന്ന രൂപത്തിലേക്കുള്ള നീക്കങ്ങളിലേക്ക് ഏതായാലും DMK കടക്കില്ല എന്ന് DMKയുടെ സൈഡിൽ നിന്ന് പറയുന്നു. താൻ തുടങ്ങിവെച്ച അല്ലെങ്കിൽ തൻ്റെ സർക്കാർ തുടങ്ങിവെച്ച ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ TVK മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെടുന്നു. അതേ വേളയിൽ തന്നെ ഈ 118ലേക്ക് എത്താൻ ഏതായാലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല TVKക്ക്. CPIM-ൻ്റെയും CPI-യുടെയും VCKയുടെയും പിന്തുണയാണ് അദ്ദേഹം ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് രൂപത്തിലാണ് ഇപ്പോൾ ആ 3 പാർട്ടികളും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം ഈ നിമിഷം പോലും ആ സർക്കാർ രൂപീകരണത്തിലേക്ക് പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു മോശം ശബ്ദം ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടി അത് ഗവർണർ സമയം കൂട്ടി ചോദിക്കുകയാണ്. ഗവർണർ ആ തരത്തിൽ കാത്തിരിപ്പിക്കുകയാണ് ഈ നിമിഷം വിജയ് എന്തായാലും ലോക് ഭവനിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് CPIM-ന്റെ പിന്തുണ തേടി വിജയ്. CPIM-ന് കത്തയച്ച് TVK അധ്യക്ഷൻ. നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനം എടുക്കുമെന്ന് CPIM തമിഴ്നാട് സെക്രട്ടറി വ്യക്തമാക്കി. സുജിത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, എന്തായാലും ചെറുകക്ഷികളുടെ പിന്തുണ വേണം. CPIM-ന് 2 അംഗങ്ങളുടെ പിന്തുണയുണ്ട്, CPI-ക്കും 2 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഈ തരത്തിൽ ഉള്ള കക്ഷികളെ കൂടി ഒപ്പം ചേർത്താൽ സർക്കാർ രൂപീകരണത്തിലേക്ക് 118 എന്ന സംഖ്യയിലേക്ക് എത്താനാകും. എന്തായാലും നാളത്തെ യോഗത്തിലാണ്, സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും നിർണായകമായ തീരുമാനം എടുക്കുക എന്ന് CPIM തമിഴ്നാട് സെക്രട്ടറിയും വ്യക്തമാക്കും.
CPIM-ന് രണ്ടംഗങ്ങളാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രണ്ടംഗങ്ങളാണ് ഇത്തവണയും നിയമസഭയിലുള്ളത്. ഈ രണ്ടംഗങ്ങളുടെ പിന്തുണ തേടിയാണ് വിജയ് കത്ത് കൊടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി നാളെ യോഗം ചേരും. കേന്ദ്രത്തോടുകൂടി ഉപദേശം ചോദിച്ചതിന് ശേഷം അല്ലെങ്കിൽ അഭിപ്രായം ചോദിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുക എന്ന് സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് സർക്കാർ രൂപീകരിക്കാൻ അതാത് സമയത്തെ ഫോർമേഷൻസ് ആണ് ഉണ്ടാവാറ്. പക്ഷേ DMK-യുടെ ദീർഘകാല സഖ്യകക്ഷിയാണ് CPM, അതേപോലെ തന്നെ CPI-യും. അതുകൊണ്ട് തന്നെ DMK-ക്കൊപ്പം നിന്ന് മത്സരിച്ചതിന് ശേഷം പെട്ടെന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറുന്നതിൽ അവർക്ക് പ്രത്യയശാസ്ത്രപരവും ആശയപരവുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ BJP അധികാരത്തിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ BJP-ക്ക് ഏതായാലും ഒരു സീറ്റേ ഉള്ളൂ, BJP അധികാര ദുർവിനിയോഗം നടത്താതിരിക്കാൻ, അല്ലെങ്കിൽ AIADMK ഉപയോഗിച്ച് BJP മറ്റൊരു ഗെയിം കളിക്കുമോ എന്ന തരത്തിലൊക്കെ പേടിക്കുന്നുണ്ട് മതേതര കക്ഷികൾ, CPI-യും കോൺഗ്രസും ഒക്കെ തന്നെ. അതുകൊണ്ട് അത് തന്നെയാണ് കോൺഗ്രസും പറയുന്ന ന്യായീകരണം. അത്തരത്തിൽ വിശാലമായ ആലോചന ഏതായാലും ഈ 2 സീറ്റ് മാത്രമേ ഉള്ളെങ്കിലും അക്കാര്യത്തിൽ CPI-ന് നടത്തേണ്ടതുണ്ട്. നാളെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറയുന്നത്. രജീഷ്. ശരി സുജിത്ത്, എന്തായാലും CPI-ന്റെ പിന്തുണ തേടി കത്ത് നൽകിയിരിക്കുകയാണ് TVK അധ്യക്ഷൻ. എന്തായാലും നാളെ ആയിരിക്കും ആ തീരുമാനം ഉണ്ടാവുക. നാളെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും CPI തീരുമാനമെടുക്കുക എന്ന് തമിഴ്നാട് സെക്രട്ടറിയും വ്യക്തമാക്കുന്നു. എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന്റെയും അഭിപ്രായം തേടിയ ശേഷമായിരിക്കും പിന്തുണയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും DMK-യോട് കൂടി ഇക്കാര്യം ആലോചിച്ച് തന്നെയായിരിക്കും തീരുമാനം ഉണ്ടാവുക. കാരണം വർഷങ്ങളായി തന്നെ ആ സഖ്യത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് DMK-ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വിമുഖത ഉള്ള തരത്തിലേക്ക് ഒരു ചർച്ചയിലേക്ക് പോകില്ല. പക്ഷേ ഒരു പിന്തുണ എന്തായാലും ഈ തരത്തിൽ ഒരു സർക്കാർ രൂപീകരണ പിന്തുണയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. നാളെയായിരിക്കും അന്തിമ തീരുമാനം.